ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളിൽ പലരും ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നേടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിനായി പല വഴികളും പരീക്ഷിക്കാറുമുണ്ട് അല്ലേ? ഇതിനായി നമ്മൾ അഫർമേഷൻസ് പറയാറുണ്ട്. ഞാൻ ഒരു വലിയ പണക്കാരനാണ്, എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് എന്നൊക്കെ നമ്മൾ നമ്മളോട് തന്നെ പറയാറുണ്ട്. പക്ഷേ സത്യസന്ധമായിട്ട് പറയൂ, എത്ര പേർക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്? പലപ്പോഴും നമ്മൾ പണക്കാരനാണെന്ന് പറയുമ്പോൾ ഉള്ളിലിരുന്ന് മനസ്സ് പറയും, അതെ, നിന്റെ പോക്കറ്റിൽ 10 പൈസ പോലും ഇല്ല, പിന്നെയാ നീ പണക്കാരനാണെന്ന് എന്ന്. ഇങ്ങനെ മനസ്സ് നമ്മളെ തന്നെ കളിയാക്കുമ്പോൾ ഈ അഫർമേഷൻസ് കൊണ്ട് ഒരു ഗുണവുമില്ല. അതായത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഫലം കിട്ടാറില്ല അല്ലേ? ഇതിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് അഫർമേഷൻസും വിഷ്വലൈസേഷനും എങ്ങനെ നമുക്ക് ഒരുമിച്ച് പ്രയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ്. ഞാനീ പറഞ്ഞതൊന്നും ഒറ്റ രാത്രി കൊണ്ട് നടക്കുന്ന കാര്യങ്ങളല്ല. നമ്മൾ പഴയ ചിന്താഗതികൾ ഉപേക്ഷിച്ച് താനാകാൻ ആഗ്രഹിക്കുന്ന ആ വിജയിയാകാൻ നമ്മൾ സ്വയം തയ്യാറാകണം. നിങ്ങളുടെ ആഗ്രഹം ഇതിനോടകം തന്നെ സഫലമായി എന്ന് ഉറച്ചു വിശ്വസിക്കുക. അത് സംഭവിക്കാൻ ചിലപ്പോൾ ആഴ്ചകളോ അല്ലെങ്കിൽ മാസങ്ങളോ ഒക്കെ എടുത്തേക്കാം. കാരണം ഓരോരുത്തർക്കും ഓരോ തരം കർമ്മയാണ് അല്ലേ? പക്ഷേ നമ്മൾ അതിൽ ഉറച്ച് വിശ്വസിച്ച് നിന്നാൽ ഈ റിയാലിറ്റിക്ക് അത് നമ്മുടെ മുന്നിൽ കൊണ്ടുവരാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ പ്രധാനമായും 3 ഘട്ടങ്ങളാണുള്ളത്. അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് അഫർമേഷനാണ്. നമ്മളൊരു അഫർമേഷൻ പറയുമ്പോൾ, ഉദാഹരണത്തിന്, ഞാൻ വലിയൊരു ബിസിനസ്സുകാരനാണ് അല്ലെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിന് പുതിയൊരു ഡിസൈൻ നൽകുകയാണ് ചെയ്യുന്നത്. അതായത് ഞാൻ ധനവാനാണ്, ഞാൻ ആത്മവിശ്വാസമുള്ളവനാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഉള്ള സാഹചര്യത്തിൽ നിന്നും മാറി പുതിയൊരു ലോകത്തേക്ക് വാതിൽ തുറക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ എത്രയൊക്കെ ഞാൻ ഹാപ്പിയാണ് എന്ന് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സ് അത് പെട്ടെന്ന് വിശ്വസിക്കില്ല. നീ കള്ളം പറയുകയാണ് എന്ന് മനസ്സിൻ്റെ ഒരു ഭാഗം എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പലർക്കും ഈ അഫർമേഷൻസ് എത്ര ചെയ്താലും ഫലം കിട്ടാത്തത്. അതായത് നമ്മൾ കോൺഫിഡൻ്റ് ആണെന്ന് സ്വയം പറയാൻ ശ്രമിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടി വരും. ഈ മനസ്സിൻ്റെ ഗ്യാപ്പിനെ മറികടക്കാനാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺഫർമേഷനാണ്. അതായത് മനസ്സിനെ ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ മനസ്സിന് തെളിവ് നൽകുക എന്നും പറയാം. നമ്മുടെ മനസ്സിന് എപ്പോഴും തെളിവ് വേണം, അതായത് പ്രൂഫ് വേണം. നിങ്ങളൊരു കാര്യം അഫേം ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അനുഭവം നിങ്ങളുടെ പാസ്റ്റിൽ നിന്നും കണ്ടെത്തണം. ഇതിനെയാണ് നമ്മൾ ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ സെൽഫ് കോൺഫിഡൻ്റ് ആണ് എന്ന് പറയുമ്പോൾ മനസ്സ് സമ്മതിക്കുന്നില്ലെങ്കിൽ, പണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾ ആരുടെയെങ്കിലും മുന്നിൽ ധൈര്യമായിട്ട് സംസാരിച്ച ഒരു നിമിഷം ഓർക്കുക. അന്ന് എനിക്കിത് ചെയ്യാൻ പറ്റിയെങ്കിൽ ഇന്ന് എനിക്കതിന് കഴിവുണ്ട് എന്ന് മനസ്സിനോട് പറയുക. ഞാനൊരു ഉദാഹരണം കൂടി പറയാമേ, നിങ്ങളതൊന്ന് സങ്കല്പിച്ച് നോക്ക്, അപ്പം മനസ്സിലാവും. നിങ്ങളൊരു വലിയ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അവിടെ എല്ലാവരുടെയും പാഴ്സലുകൾ വരുന്നത് ഒരു ചെറിയ റൂമിലാണ്. 2 ആഴ്ചയായിട്ട് നിങ്ങൾ അവിടെ പോയി തപ്പുന്നു, നിങ്ങളുടെ പാക്കേജ് കാണുന്നില്ല. പാഴ്സൽ അവിടെ ഉണ്ടെന്ന് ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഒന്ന് നോക്കി ഇനി പോരും അല്ലേ? എന്നാൽ ആ പാഴ്സൽ അവിടെ വന്നിട്ടുണ്ടെന്ന് ഫോണിൽ മെസ്സേജ് വന്നാൽ നിങ്ങൾ എങ്ങനെയെങ്കിലും അത് തപ്പിയെടുക്കില്ലേ? ആ ഒരു ഉറപ്പാണ് കൺഫർമേഷൻ. ഇതുപോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഇതിനോടകം തന്നെ നിലവിലുണ്ട് എന്ന് വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ലൈഫിലെ എല്ലാ സ്ട്രഗിൾസും മാറാൻ തുടങ്ങും. ഇനി 3ാമത്തെ ഘട്ടമാണ് പ്രൊജക്ഷൻ, അതായത് ഫ്യൂച്ചറിനെ കാണുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കേട്ടോ. നമ്മൾ പ്രസൻറ്റിൽ ഒരു അഫർമേഷൻ പറയുന്നു, പാസ്റ്റിൽ നിന്നും അതിനൊരു കൺഫർമേഷൻ കണ്ടെത്തുന്നു, എന്നിട്ട് ആ എനർജി ഫ്യൂച്ചറിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. ഇതിനെയാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് വിഷ്വലൈസേഷൻ വരുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇപ്പോൾ നടന്നു കഴിഞ്ഞു
എന്ന് വിശ്വസിച്ച് അത് കാണുന്നു. ഇതിനു വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറയാം. രാത്രി കിടക്കുമ്പോൾ ഞാൻ പറയും, ഞാനിപ്പോൾ വളരെ എളുപ്പത്തിലും സന്തോഷത്തോടെയും മാസം 5 ലക്ഷം രൂപ വരുമാനം നേടിക്കൊണ്ടിരിക്കുന്നു. ഇത് പറയുമ്പോൾ തന്നെ പണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ചെറിയ തുക അപ്രതീക്ഷിതമായി ലഭിച്ചതോ അല്ലെങ്കിൽ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ ആദ്യ വരുമാനമോ ഓർക്കുക. അങ്ങനെ എന്തായാലും അന്ന് എനിക്ക് പണം ലഭിച്ചുവെങ്കിൽ ഇതും സത്യമാണ് എന്ന് മനസ്സിൽ പറയുക. ഇനി അഫർമേഷൻ പറഞ്ഞു കഴിയുമ്പോൾ ഒരു നിമിഷം കണ്ണടച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ വന്നിരിക്കുന്നത് കാണുക. ആ തുക കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ആലോചിക്കുക. ആ ഒരു ഫീലിൽ ഉറങ്ങാൻ പോകുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ആ പുതിയ റിയാലിറ്റിയെ സ്വീകരിക്കാൻ തയ്യാറാകും. ഇതിപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് നിങ്ങളുടെ അഫർമേഷൻസ് ഈ രീതിയിൽ ഉപയോഗിക്കാം. ഇനി മിക്കവാറും എല്ലാവരും പരാജയപ്പെടുന്നത് ഭയം മൂലമാണ്. കയ്യിലുള്ള പണം കൂടി നഷ്ടപ്പെടുമോ എന്ന ചിന്ത നമ്മളെ തളർത്തും. മനഃശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ 1000 രൂപ ലാഭം ഉണ്ടാക്കുന്നതിനേക്കാൾ 100 രൂപ നഷ്ടപ്പെടുന്നതാണ് നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുക, അല്ലേ? നിങ്ങളുടെ ഹയർ സെൽഫ് അഥവാ നിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന ആ വലിയ വ്യക്തിത്വം ഈ സാഹചര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്ന് ചിന്തിക്കാം. അപ്പോൾ പേടിച്ച് പിന്നോട്ട് മാറാതെ ധൈര്യത്തോടെ മുന്നോട്ട് ചുവടുവെക്കുക. കംഫർട്ട് സോണിന് പുറത്താണ് വിജയം ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ ഒന്നുകൂടി പറയാം. നിങ്ങളുടെ അഫർമേഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പോലെ എഴുതുക. അതിനുശേഷം അത് വായിക്കുമ്പോൾ മുൻപ് നടന്ന ചെറിയ വിജയങ്ങൾ ഓർത്ത് അതിന് നിങ്ങൾ പ്രൂഫ് നൽകുക, അതായത് തെളിവ് നൽകുക. ആ വിജയം ഫ്യൂച്ചറിൽ, അതായത് ഭാവിയിൽ വലിയ രീതിയിൽ സംഭവിക്കുന്നത് ഭാവനയിൽ കാണുക. അതായത് നിങ്ങളുടെ അഫർമേഷൻ എഴുതുക. ഉദാഹരണം, എനിക്ക് പണം വളരെ എളുപ്പത്തിൽ വന്നു ചേരുന്നു. അതിനുശേഷം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പഴയ അനുഭവം ഓർത്തെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം സഫലമായ ഒരു സീൻ ദിവസവും 5 മിനിറ്റ് വിഷ്വലൈസ് ചെയ്യുക. ഓർക്കുക, നിങ്ങൾ മാറാൻ തയ്യാറാണെങ്കിൽ ലോകം നിങ്ങൾക്ക് മുന്നിൽ വഴിമാറും. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ അഫർമേഷൻ പറഞ്ഞു നോക്കൂ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തായാലും സഫലമാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. മാത്രമല്ല, ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്